അമേരിക്കയുടെ അടുത്ത ലക്ഷ്യം ഇറാനാണോ ഖമനേയിയാണോ എന്ന സംശയം കൂടി ഉയരുന്ന മണിക്കൂറുകളാണ്. വെനസ്വേലയിലെ കടന്നുകയറ്റം നടത്തിയ ട്രംപ് ഒരേ സമയം ഇന്ത്യ ഉൾപ്പെടെ 6 രാഷ്ട്രങ്ങളെ വെല്ലുവിളിച്ച് രംഗത്ത് വരുന്നതാണ് നമ്മൾ കണ്ടത്. അതിൽ ഒരു രാഷ്ട്രം ഇറാനാണ്. ഇറാനിലെ ഭരണവിരുദ്ധ പ്രക്ഷോഭങ്ങൾ US നിരീക്ഷിക്കുകയാണെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. പ്രതിഷേധക്കാരെ വെടിവെച്ച് കൊല്ലാനാണ് ഇറാൻ ഭരണകൂടത്തിന്റെ തീരുമാനമെങ്കിൽ അമേരിക്കയിൽ നിന്ന് കടുത്ത ശിക്ഷ നേരിടേണ്ടി വരും എന്നതായിരുന്നു ട്രംപിന്റെ ഭീഷണി. അമേരിക്ക ഇടപെടും എന്ന സന്ദേശമാണ് ട്രംപ് നൽകിയത്. വെനസ്വേലൻ മോഡൽ ഇറാനിലും സംഭവിക്കുമോ എന്നാണ് ഇപ്പോൾ ലോകം തന്നെ ഉറ്റുനോക്കുന്നത്. വിലക്കയറ്റത്തിനെതിരെയാണ് ഇറാനിൽ പ്രക്ഷോഭം ആരംഭിച്ചത്. അത് ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഏതാണ്ട് 16ഓളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് വരുന്നത്. വിവിധ ഇടങ്ങളിലെ സംഘർഷങ്ങളിലാണ് ഈ മരണം സംഭവിച്ചിട്ടുള്ളത്. പ്രക്ഷോഭം ഇറാനിലെ ഏതാണ്ട് 31 പ്രവിശ്യകളിൽ ഏതാണ്ട് ഏറെക്കുറെ എല്ലാ പ്രവിശ്യകളിലേക്കും ഇത് വ്യാപിച്ചിട്ടുണ്ട് എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസി തന്നെ ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രക്ഷോഭകരെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങളിൽ പ്രക്ഷോഭകാരികൾ കൊല്ലപ്പെട്ടതോടെയാണ് പ്രക്ഷോഭത്തിനിറങ്ങിയവരെ ഇറാൻ ഭരണകൂടം ആക്രമിക്കുകയാണെങ്കിൽ തങ്ങൾ ഇടപെടും എന്ന ഭീഷണി ട്രംപ് ഉയർത്തിയത്. ഇതിന് മറുപടിയുമായി എത്തിയ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് തങ്ങൾ വഴങ്ങില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. കലാപകാരികളെ ഒതുക്കി നിർത്താൻ തങ്ങൾക്കറിയാം. ഞങ്ങൾ പ്രതിഷേധിക്കുന്നവരോട് സംസാരിക്കാൻ തയ്യാറാണ്. പക്ഷേ ഈ കലാപകാരികളോട് സംസാരിച്ചിട്ട് കാര്യമില്ല, അവരെ അടക്കി നിർത്തുകയാണ് വേണ്ടത്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ദേശീയ ടെലിവിഷൻ ചാനലിൽ പ്രക്ഷേപണം ചെയ്ത പ്രസ്താവനയിൽ ഖമനേയിയുടെ അഭിപ്രായമായി പുറത്തുവന്ന വാക്കുകൾ. ഏതായാലും ശത്രുക്കൾ വാടകയ്ക്കെടുത്ത കുറേ പേർ വ്യാപാരികളുടെയും കടയുടമകളുടെയും പുറകിൽ നിന്ന് ഭരണകൂടത്തിനും ഇസ്ലാമിനും ഇറാനുമെതിരെ മുദ്രാവാക്യം വിളിക്കുകയാണെന്നും ഇത് സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറല്ല എന്നതുമാണ് ഖമനേയി നൽകിയ സന്ദേശത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീടാണ് വെനസ്വേലയിൽ അമേരിക്കയുടെ ഈ ആക്രമണം ഉണ്ടാകുന്നത്. മദുറോയെ വിലങ്ങ് വെച്ച് അമേരിക്കയിലേക്ക് എത്തിക്കുകയും അവിടെ വിചാരണ നേരിടണം എന്ന് കൽപ്പിക്കുകയും ചെയ്ത നടപടി ഉണ്ടായത്. ഈ സാഹചര്യത്തിൽ ഇറാനിലും ഇത്തരം ഒരു ആക്രമണം ഉണ്ടാകുമോ എന്ന് ഇറാൻ തന്നെ ഭയപ്പെടുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ കൂടിയാണ് പുറത്തുവരുന്നത്. ഈ സാഹചര്യത്തിൽ ഇറാനിൽ നിന്ന് അയത്തുള്ള അലി ഖമനേയി നാട് കടക്കാൻ പദ്ധതിയിടുന്നു എന്നതിന്റെ റിപ്പോർട്ടുകൾ വരുന്നു. ഖമനേയും കുടുംബവും അടക്കം 20 പേരടങ്ങുന്ന സംഘം റഷ്യയിലേക്ക് കടക്കാൻ പദ്ധതിയിടുന്നു എന്നതാണ് ബ്രിട്ടീഷ് മാധ്യമമായ ദി ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. വെനസ്വേലയിൽ നടത്തിയ മാതൃകയിൽ ഉള്ള ഒരു ഓപ്പറേഷൻ ഇറാനിലും അമേരിക്ക ആവർത്തിച്ചേക്കാമെന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു നീക്കം. അതിനിടെ നാട് വിട്ടേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. മുൻ ഇസ്രയേലി ഇന്റലിജൻസ് ഓഫീസർ ബെനി സബ്തി ഉൾപ്പെടെയുള്ളവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ അഭിപ്രായം പറയുന്നുണ്ട്. ഖമനേയി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് റഷ്യയിലേക്കാകാം എന്നതാണ് അവർ ഉൾപ്പെടെ വിലയിരുത്തുന്നത്. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം നാടുവിട്ട സാഹചര്യം കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരം റിപ്പോർട്ടുകൾ അതിന്റെ ആധികാരികത സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുന്നത്. സ്ഥിതിഗതികൾ കൈവിട്ടുപോയാൽ ഖമനേയിയെ കണ്ടുവച്ചിട്ടുള്ള ഒരു പ്ലാൻ ബി ആണ് ഈ നാടുവിടൽ എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. തന്റെ സുരക്ഷാ സേന പ്രതിഷേധക്കാരെ തടയാൻ പരാജയപ്പെട്ടാലോ അവർ എതിർപക്ഷത്ത് ചേർന്നാലോ ഈ പ്ലാൻ ബി നടപ്പിലാക്കാൻ ഉള്ള സാഹചര്യങ്ങളാണ് ഒരുങ്ങുന്നത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ വരുന്നു. ഖമനേയും കുടുംബവും അടക്കം 20 പേരടങ്ങുന്ന സംഘമായിരിക്കും നാടുവിടുക. ശത്രുക്കൾക്ക് രാജ്യം വിട്ടു നൽകില്ലെന്ന പ്രസ്താവനയ്ക്ക് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്തരമൊരു നീക്കം കൂടി നടക്കുന്നത്. അത് പ്ലാൻ ബി ആണ് എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സിറിയൻ ഭരണാധികാരി ബഷർ അൽ അസദ് നാടുവിട്ടതിൽ നിന്ന് ആ ഒരു സാഹചര്യമുണ്ട്. അതിന്റെ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും ഈ പ്ലാൻ ബി നടക്കുന്നത് എന്നതാണ് ചർച്ചകൾ. ഇപ്പോൾ തന്നെ രക്ഷപ്പെടാനുള്ള മാർഗവും സംവിധാനങ്ങളും കണ്ടുവച്ചിട്ടുണ്ട് എന്നതാണ് അറിയുന്നത്. ഖമനേയിയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് എന്ന റിപ്പോർട്ടുകളുണ്ട്. 86 വയസ്സാണ് ഖമനേയിക്കുള്ളത്. അപ്പോൾ ആരോഗ്യസ്ഥിതി മോശമാണ്. ആ സാഹചര്യത്തിൽ അത്തരമൊരു നീക്കം നടക്കുന്നുണ്ട് എന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഇസ്രയേലുമായി സംഘർഷമുണ്ടായപ്പോൾ മുതൽ ഖമനേയി അവശനായിരുന്നു എന്ന തരത്തിലൊക്കെയുള്ള വാർത്തകളുണ്ട്. എന്തായാലും അമേരിക്കയുടെ ഭീഷണി അത് ഇറാനിലേക്ക് കൂടി നീളുകയാണ്. നേരത്തെ തന്നെ ഒരു രാഷ്ട്രത്തിന്റെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടരുത് എന്ന സന്ദേശം ഇറാൻ നൽകിയിരുന്നതാണ്. ട്രംപിന്റെ ഈ വിഷയത്തിൽ ഇടപെടും എന്നുള്ള പ്രസ്താവനയ്ക്ക് ശക്തമായ രീതിയിൽ ഇറാൻ മറുപടി നൽകിയിട്ടുണ്ട്. പക്ഷേ
ഒരു ആക്രമണം വെനസ്വേലയിൽ സംഭവിച്ചതിന് സമാനമായ ഒരു നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്നത് ഇറാൻ ഭയപ്പെടുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇത്തരം നീക്കങ്ങൾ പ്ലാൻ ബി ഉൾപ്പെടെ നടത്തുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്.